സാധനം ചെയ്തില്ല ശരിയാവില്ല, ഞാൻ പറഞ്ഞല്ലേ. ഇത് ഇനി നീട്ടാൻ പറ്റില്ല നമ്മള്. അതെ, അപ്പൊ എന്തായി കാര്യങ്ങള്? നമുക്ക് ഇനി നീട്ടാൻ പറ്റില്ല, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയില്ലേ. ഈ ആഴ്ച തന്നെ ചെയ്യും. പക്ഷെ അതിനോട് കഥയും സ്ക്രിപ്റ്റ് ഒക്കെ റെഡി ആവണ്ടേ? സ്ക്രിപ്റ്റ് ലൊക്കേഷൻ ഒക്കെ റെഡിയാന്നേ, എല്ലാം റെഡി. പിന്നെ എന്തിനാ വൈകിക്കുന്നത്? വാ, ഇപ്പൊ തന്നെ നമുക്ക് ലൊക്കേഷൻ കണ്ടൂടെ? ഇപ്പൊ തന്നെ ഞാനൊന്നുമില്ല, എനിക്ക് വീട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ തന്നെ പോകുമ്പല്ലേ പരിപാടിക്ക്. ഈ പുള്ളി ഇയാൾ അങ്ങനെയൊക്കെ പറയും. നിങ്ങൾ പോണോടാ പറഞ്ഞേക്ക്. ഇപ്പൊ പോയ പരിപാടി നടക്കും. നിങ്ങൾ വന്നേ, ഇയാളൊക്കെ ആരെ വിളിച്ചത്? നിങ്ങളെ എങ്ങനത്തെ സാധനം എടുക്കാം? കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ വീട് എത്തി. ഇയാളെ കുറഞ്ഞ ഈ ചേട്ടൻ 100 വ്യൂ വരുന്നുണ്ട്. അതിലിരുന്ന ഇവിടെ ഒരു 100 മീറ്റർ ഉള്ളൂടോ. ദൂരത്തെ കാല് വെച്ച് ബിരിയാണി മേടിച്ചായിരുന്നു അവിടെ. ഇതാണ് വീട്. കണ്ടുപിടിച്ച എങ്ങനെയുണ്ട്? വീട് പോലെ ഉണ്ടല്ലോ. പിന്നെ ഹൊറർ പടം പിടിക്കാനായിട്ട് ലുലുമാളി പോയി പിടിക്കണോ? ഞാൻ ഇവിടെ നിന്നോട് പിന്നെ അതെ നിങ്ങളോട് തൊട്ടാ ഞാൻ പോണേ. അല്ലല്ല, റൊമാൻസ് ചെയ്താ പോലെ മനസ്സൊന്നുമില്ല. വന്നേ ഫുഡ് കഴിച്ചിട്ട് വരാടോ. എടോ വിശക്കുമ്പോ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. എനിക്ക് തണുക്കുണ്ട്. നിനക്ക് തണുക്കില്ല? എനിക്ക് ഇവിടെ പോവാണ്ട്. എനിക്ക് ഇവിടെ പോകണ്ട. എടോ വേണ്ട. മനുഷ്യന്മാരെ കണ്ടാണ് എന്താടാ ഒരു ശബ്ദം? തയ്യൽ മിഷൻ പ്രേതം. പുതിയ ഡ്രസ്സ് കഴിക്കാൻ വന്നതാണ്. പ്രേതത്തിന്റെ ഡ്രസ്സ് വേണം. തയ്യൽ മിഷൻ പ്രേതം, ഫാഷൻ ഡിസൈനർ. നിർത്തറ മതി. ഇവിടെ ഒന്നും ആരുമില്ല. ആരാത്? ഇവിടെ ഒന്നും ആരുമില്ല. കാർത്തി എനിക്ക് പേടിയുണ്ട്. ഇവിടെ ഒന്നുമില്ല. തയ്യൽ മിഷൻ പ്രേതം. മുണ്ടും ഷർട്ടോണ്, സാരിയാണ്, നൈറ്റിയാണ്. പേടിയുണ്ടാവുന്നില്ല. ഈ ലൈറ്റ് ആരാണോ? നീണോ? ആരാ? ഒന്നുമില്ല. നിങ്ങൾ ഈ തയ്യൽ മെഷീന്റെ ശബ്ദം കേട്ടാണോ പേടിക്കുന്നത്? ഇനി ഇതിനും വലുത് വരാതിരിക്കുന്നതേ ഉള്ളൂ. ഞാനോ? ഞാൻ ഈ വീടിനെ അറിയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഈ തയ്യൽ മെഷീൻ അറിയുന്ന ഒരാൾ. ചിലപ്പോൾ ഇതിന്റെ രഹസ്യങ്ങൾ അന്വേഷിച്ച് വന്നതാവാം. അതൊക്കെ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന കഥയല്ല, ഒരുപാട് ദൂരം സഞ്ചരിച്ച കഥയാണത്. ഈ തയ്യൽ മെഷീൻ ഒരു ഉപകരണം മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യം തന്നെ തുന്നിയേക്കാം, ചിലപ്പോൾ ജീവിതം കീറിക്കളഞ്ഞേക്കാം. എനിക്കത്ര പറയാൻ പറ്റൂ. എന്തൊക്കെയാണ് പറയണത്? അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. ഈ തയ്യൽ മെഷീന് ഒരു ജീവനുണ്ട്, ഒരാത്മാവുമുണ്ട്. കാർത്തി അയാളോട് പോയി. ഞാൻ പറഞ്ഞതല്ലോ. അയാളെന്തൊക്കെ പറഞ്ഞു? ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. അയാൾ തൊട്ടിപ്പോ ഏത് മേടിക്കണ്ട കണ്ടോ? കണ്ടു നീ കാണിച്ച പേടിപ്പിച്ച് കണ്ടോടത്തോളം മതി. ശ്വാസം കിട്ടണല്ലോ. Corti,